മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഒരു വില്ലനാണല്ലേ. എല്ലാ പ്രായക്കാർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുടി കൊഴിച്ചിൽ എന്ത് കാരണമായിരിക്കും നമുക്കിങ്ങനെ വരിക? പലർക്കും പല രീതിയാണ്. ചിലർക്കാണെങ്കിൽ അത് ഇങ്ങനെ ചെറിയ തോതിൽ പോയി മുടിയുടെ കട്ടി കുറയുന്ന രീതിയിലായിരിക്കും. ചിലവർക്കാണെങ്കിലോ സ്പോർട്സ് പോലെ മുടി കൊഴിയുന്നതായിരിക്കും. ചിലവർക്ക് കഷണ്ടി ആവുന്നു. അങ്ങനെ പല പല കൺസേൺസ് ആണ് മുടി കൊഴിച്ചിലിന്റെ കാര്യത്തിൽ. മുടി കൊഴിച്ചിൽ വരാനുള്ള 8 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 8 കാരണങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഓവർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഹെയറിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മൾ കളറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്, ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ്, കണ്ടീഷണേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? മുടി കൊഴിച്ചിലിന്റെ അതിന്റെ ഹെയർ ഫോളിക്കിൾസിനെ ബാധിച്ചിട്ട് മുടി കൊഴിച്ചിൽ തന്നെയാണ് ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആണ് പറയുന്നത്. നമുക്കറിയാം സ്ത്രീകളിലാണെങ്കിൽ പല ഏജിലും പല ഹോർമോൺസിന്റെ വ്യതിയാനങ്ങളാണല്ലേ. അതില് പ്രധാനമായിട്ട് നമ്മൾ ഈ ഡെലിവറിക്ക് ശേഷം, മെനപ്പോസിന്റെ സമയത്ത്, എന്നാൽ ഒരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജില് ഒക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ മുടിയൊഴിച്ചിൽ കാണാറുണ്ട്. ആ ഏജിലുള്ളവർക്കാണ് കൂടുതലും മുടിയൊഴിച്ചിൽ കാരണം സ്ട്രെസ്സും ഉള്ളത്. അപ്പം ഇതൊക്കെ എന്താണ്? നമ്മൾ ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം വരുന്നതാണ്. എന്നാൽ സ്ത്രീകളിൽ മാത്രമല്ല കേട്ടോ, മെയിൽസിലും എന്താണ് ഇതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് മുടിയൊഴിച്ചിൽ വരാറുണ്ട്. മെയിൽസിൽ കൂടുതലായിട്ടും ഏജ്ഡ് ആവുമ്പോഴാണ് അല്ലെ മുടിയൊഴിച്ചിൽ കാണാറുള്ളത്. അത് ഒരു ഹോർമോണായ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുമ്പോൾ അത് ഹെയർ ഫോളിക്കിൾസിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഹെയർ ഫോൾ ഉണ്ടാവുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നതാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ. തൈറോയിഡ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഏത് രീതിയിലായാലും നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിന് വരുന്ന വ്യതിയാനം കാരണം നമ്മുടെ ബോഡിയെ നന്നായിട്ട് അത് എഫക്ട് ചെയ്യും. അവർക്കാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഒബിസിറ്റി, വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, വെയിറ്റ് ലോസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യും? സ്കാൽപ്പിനെ എഫക്ട് ചെയ്തിട്ട് ഹെയർ ഫോളിക്കിൾസിനെ എഫക്ട് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നാലാമതായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും പറയാനുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ചിലർ പറയും ഞങ്ങൾക്ക് മുടിയൊഴിച്ചിൽ കാരണമാണ് സ്ട്രെസ് എന്നല്ലേ. പക്ഷേ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിപ്പം വർക്ക് ടെൻഷനിലായിരിക്കാം, പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം, എക്സാമിന്റെ രീതിയിലായിരിക്കാം, അല്ലാതെ ഫാമിലി പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മളെ ബോഡിയിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചാലും എന്ത് ചെയ്യും? അത് ഹെയർ ഫോളിന് കാരണമാകും. അഞ്ചാമതായിട്ട് പറയുന്നതാണ് നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസിന്റെ അളവ് കുറയുമ്പോഴത്തേക്കും. നമ്മൾ ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണലി ഉള്ള ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അത് ട്രീറ്റ്മെന്റ് കൂടുതലും എക്സ്റ്റേണലി എടുക്കാനാണ് ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനല്ല. നമ്മളെ ബോഡിയിൽ അയൺ, സിങ്ക്, ഫോളിക് ആസിഡ്, സെലീനിയം, വൈറ്റമിൻ B12, വൈറ്റമിൻ D ഇതുപോലുള്ള മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഒക്കെ കുറവ് വരുമ്പോഴും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ പുറമേ ഉള്ള ട്രീറ്റ്മെന്റ്സ് മാത്രം എടുക്കാതെ നമ്മൾ ഉള്ളിലേക്കും എന്ത് ചെയ്യുക? ഈ രീതിയിൽ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറാമതായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ചില മെഡിക്കേഷൻസ് എടുക്കുന്നവരിൽ എന്താണ് ഇതുപോലെ ഹെയർ ലോസ് കാണാറുണ്ട്. മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രധാനമായിട്ട് നമുക്കറിയാവുന്നതാണ് കീമോതെറാപ്പി ചെയ്യുന്നവരിൽ എന്താണ് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. ആന്റി ഡിപ്രസൻസ്, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് ചില മെഡിക്കേഷൻസ് എടുക്കുന്നവരിലും ഹെയർ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ റാപ്പിഡായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുന്നവരില്ല. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യുക? നമ്മളെ ഡയറ്റ് കാര്യങ്ങളെടുത്ത് എല്ലാം കട്ട് ചെയ്തിട്ട്, ഫുഡ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വെയിറ്റ് ലോസ് എടുക്കുമ്പോൾ നമ്മളെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടാതാകുമ്പോൾ അത് നമ്മളെ സ്കാൽപ്പിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കും. അപ്പൊ ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്കിൻ എഫെക്ഷൻസ് ആണ് കേട്ടോ. സ്കിൻ എഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സോറിയാസിസ്, നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. ഈ സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല നമ്മളെ സ്കാൽപ്പിലും വരാൻ ചാൻസ് ഉണ്ട്. സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയും. അപ്പം ആ കണ്ടീഷൻ ഉള്ളവർക്കും എന്താണ് ഇതുപോലെ തന്നെ മുടികൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരൻ ഒരു സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ താരൻ എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിന് നല്ല രീതിക്ക് കാരണമാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 8 കാരണങ്ങളിൽ നിങ്ങൾക്ക് ഏത് കാരണം കൊണ്ടാണ് മുടികൊഴിച്ചിൽ എന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ റീസൺ കണ്ടെത്തി തന്നെ എന്ത് ചെയ്യുക? ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുടികൊഴിച്ചിലുള്ള ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.